കേരളത്തിലെ ടെലിവിഷൻ വാർത്താ ചാനലുകൾക്കിടയിലെ മത്സരം അതിന്റെ എല്ലാ അതിരുകളും ലംഘിച്ച് നിയമ നടപടികളിലേക്കും ക്രിപ്റ്റോ കറൻസി ഇടപാടുകളുടെ നിഗൂഢതകളിലേക്കും നീങ്ങുന്ന സംഭവ വികാസങ്ങളാണ് ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പ് കേസ് വെളിപ്പെടുത്തുന്നത്. 24 ന്യൂസ് നടത്തിയ ഓപ്പറേഷൻ സത്യ എന്ന അന്വേഷണത്തിലൂടെ പുറത്തുവന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ TV ഉടമയ്ക്കെതിരെയും ബാർക്കിലെ മുൻ ഉന്നത ഉദ്യോഗസ്ഥൻ പ്രേംനാഥിനെതിരെയും കളമശ്ശേരി പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത് ഈ വിവാദത്തിന് പുതിയ മാനം നൽകിയിരിക്കുകയാണ്. റേറ്റിംഗ് ഡേറ്റ അട്ടിമറി, ക്രിപ്റ്റോ കോഡുകളുടെ കൈമാറ്റം, മാധ്യമങ്ങൾക്കിടയിലെ അവിശുദ്ധ മത്സരം എന്നിവ ഈ കേസിനെ ഇന്ത്യയിലെ തന്നെ ശ്രദ്ധേയമായ TRP തട്ടിപ്പ് കേസുകളിൽ ഒന്നാക്കി മാറ്റുന്നു. TRP തട്ടിപ്പ് കേസിൽ ഒരു ചാനൽ മറ്റൊരു ചാനലിനെതിരെ നേരിട്ട് പോലീസിൽ പരാതി നൽകി FIR രജിസ്റ്റർ ചെയ്യുന്നത് ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. ഇത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. നേരത്തെ 24 ന്യൂസ് മേധാവി ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരുന്നെങ്കിലും അതിൽ ആരോപണ വിധേയമായ ചാനലിന്റെ പേര് വെളിപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ചാനലിലെ വിശ്വസ്തനായ ജീവനക്കാരൻ ഉണ്ണികൃഷ്ണൻ പോലീസിൽ നേരിട്ട് നൽകിയ പരാതിയിലാണ് റിപ്പോർട്ടർ ചാനൽ ഉടമയുടെ പേര് ഉൾപ്പെടുത്തിയത്. റിപ്പോർട്ടർ ചാനൽ ഉടമ, ബാർക്ക് സീനിയർ മാനേജർ ആയിരുന്ന പ്രേംനാഥ് എന്നിവരാണ് കേസിലെ പ്രധാന പ്രതികൾ. കളമശ്ശേരി പോലീസ് ചുമത്തിയിരിക്കുന്നത് BNS 316(2), 318(4), 336(3), 342, 3(5) വകുപ്പുകളാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുന്നതിനാൽ റിപ്പോർട്ടർ TV ഉടമയെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ബാർക്ക് റേറ്റിംഗ് ഡേറ്റയിൽ തിരിമറി നടത്തിയെന്നാണ് പ്രധാന ആരോപണം. ടെലിവിഷൻ കാഴ്ചക്കാരുടെ എണ്ണം കണക്കാക്കുന്ന TRP പോയിന്റുകൾ ഒരു ചാനലിന്റെ ജനപ്രീതിയും അതിലൂടെ ലഭിക്കുന്ന പരസ്യ വരുമാനവും നിർണ്ണയിക്കുന്നതിൽ അതീവ നിർണായകമാണ്. ഈ കണക്കുകൾ അടിസ്ഥാനമാക്കിയാണ് പരസ്യദാതാക്കൾ കോടികൾ നിക്ഷേപിക്കുന്നത്. ഈ ഡേറ്റ അട്ടിമറിക്കപ്പെട്ടാൽ അത് കാഴ്ചക്കാരെയും പരസ്യദാതാക്കളെയും ഒരുപോലെ വഞ്ചിക്കുന്ന ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യമായി മാറും. TRP തട്ടിപ്പ് കേസിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന വശം ഇതിൽ ക്രിപ്റ്റോ കറൻസി വഴിയുള്ള വൻതോതിലുള്ള പണമിടപാടുകളാണ്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാർക്കിലെ മുൻ വൈസ് പ്രസിഡന്റും സ്ഥാപകാംഗങ്ങളിൽ ഒരാളുമായിരുന്ന പ്രേംനാഥാണ് തട്ടിപ്പിന് നേതൃത്വം നൽകിയത്. ഇയാൾ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തി നൽകിയതായി പരാതിയിൽ പറയുന്നു. ബാർക്ക് മീറ്ററുകൾ സ്ഥാപിച്ചുള്ള പ്രദേശങ്ങളുടെ പിൻകോഡ് തലത്തിലുള്ള വിശദാംശങ്ങൾ വരെയാണ് ചാനൽ ഉടമയ്ക്ക് കൈമാറിയത്. ഈ തട്ടിപ്പിലൂടെ പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് 100 കോടിയോളം രൂപയാണ് എത്തിച്ചേർന്നത്. ഈ പണം കൈമാറ്റം ചെയ്തത് ക്രിപ്റ്റോ കറൻസിയായ USDT വഴിയാണ്. കേരളത്തിലെ ഒരു ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്നാണ് പ്രേംനാഥിന്റെ വാലറ്റിലേക്ക് ഈ കോടികൾ എത്തിയത്. ചാനൽ ഉടമയും പ്രേംനാഥും തമ്മിൽ നടന്ന നിരന്തരമായ ഫോൺ വിളികളുടെയും വാട്സപ്പ് ചാറ്റുകളുടെയും വിശദാംശങ്ങൾ 24 ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഇത് തട്ടിപ്പ് ഒരു ഗൂഢതന്ത്രമായിരുന്നുവെന്നും കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി വിജയകരമായി നടപ്പിലാക്കി വന്ന പദ്ധതിയായിരുന്നുവെന്നും തെളിയിക്കുന്നു. സ്വന്തം ചാനലിന്റെ റേറ്റിംഗ് വർദ്ധിപ്പിക്കുകയും മറ്റു ചാനലുകളുടെ റേറ്റിംഗ് താഴ്ത്തുകയും ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. റിപ്പോർട്ടർ TV ഉടമയ്ക്കെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ ചാനലിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള വിവാദങ്ങളും രാഷ്ട്രീയപരമായ നിലപാടുകളും ചർച്ചാ വിഷയമാവുകയാണ്. ആൻഡോ അഗസ്റ്റിനാണ് റിപ്പോർട്ടർ TV ഉടമയെന്ന് പരസ്യമായി പറയുന്നതെങ്കിലും രേഖാമൂലമുള്ള ഉടമസ്ഥതയെക്കുറിച്ച് വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നിയമ നടപടികൾ ശക്തമാകുമ്പോൾ ചാനലിന്റെ യഥാർത്ഥ ഉടമസ്ഥർ ആരാണെന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത അവർക്കുണ്ടാകും. അടുത്തിടെ സൈബർ സഖാക്കളുടെ പ്രിയങ്കരനായി മാറിയിരുന്ന വ്യക്തിയാണ് ആൻഡോ അഗസ്റ്റിൻ. അദ്ദേഹത്തെ സത്യസന്ധനും മാന്യനുമായി സൈബർ ലോകത്ത് പ്രചരിപ്പിച്ചു. എന്നാൽ ഈ തട്ടിപ്പ് കേസ് പുറത്തു വന്നതോടെ 24 ന്യൂസ് നടത്തിയത് സൈബർ പ്രചാരണങ്ങൾക്കെതിരെയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ആരോപണങ്ങൾ ടെലിവിഷൻ വ്യവസായത്തിന്റെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. രാജ്യത്തെ വാർത്താ ചാനലുകളുടെ സംഘടനയായ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ ഈ വെളിപ്പെടുത്തലിനോട് പ്രതികരിച്ചു. ഓപ്പറേഷൻ സത്യയിലെ വിവരങ്ങൾ ഉത്കണ്ഠാജനകമാണെന്നും വിശദവും സമയബന്ധിതമായ അന്വേഷണം ആവശ്യമാണെന്നും NBF വ്യക്തമാക്കി. വാർത്തയുടെ ഗൗരവം കണക്കിലെടുത്ത് ബാർക്ക് ഇന്ത്യ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. വിഷയത്തിൽ സമഗ്രമായ ഫോറൻസിക് ഓഡിറ്റിംഗ് ഉത്തരവിന് ബാർക്ക് ഇതിനായി ഒരു പ്രശസ്തമായ സ്വതന്ത്ര ഏജൻസിയെ നിയമിച്ചതായും അറിയിച്ചു. സാമ്പത്തിക തട്ടിപ്പുകളോ നിയമലംഘനങ്ങളോ കണ്ടെത്താൻ ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ അന്വേഷണമാണിത്. സാധാരണ ഓഡിറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി സംശയകരമായ ഇടപാടുകളോ ഡേറ്റ കൃത്രിമങ്ങളോ കണ്ടെത്താൻ ഇത് സഹായിക്കും. ഓഡിറ്റ് റിപ്പോർട്ട് കേരളത്തിലെ ടെലിവിഷൻ രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തും. റേറ്റിംഗ് കൃത്രിമം കാണിച്ചതായി കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുത്തേക്കാം. വ്യാജ കണക്കുകൾ ഉപയോഗിച്ച് ചാനലുകൾ കാഴ്ചക്കാരെയും പരസ്യദാതാക്കളെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് തടയാനുള്ള മുന്നറിയിപ്പിനായി ഈ നടപടി മാറും. ടെലിവിഷൻ കാഴ്ചക്കാരുടെ കണക്കെടുപ്പ് സമ്പ്രദായത്തിന്റെ വിശ്വസ്തത ഉറപ്പാക്കുന്നതിൽ ബാർക്കിന്റെ നീക്കം നിർണായകമാണെങ്കിലും ഈ കേസ് മാധ്യമരംഗത്തെ ധാർമ്മികതയുടെ കടുത്ത തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. TRPയിൽ കൃത്രിമം കാണിക്കുന്നത് ചാനലുകൾക്കിടയിൽ അവിഹിത മത്സരത്തിനും പരസ്യദാതാക്കൾക്ക് നഷ്ടത്തിനും ഇടയാക്കും. തങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട സത്യസന്ധതയും ഉത്തരവാദിത്വവും മറന്ന് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഡാറ്റ കൃത്രിമം നടത്താൻ ഒരു മാധ്യമ സ്ഥാപനം ശ്രമിച്ചുവെന്ന ആരോപണം മാധ്യമ സ്ഥാപനങ്ങളോടുള്ള പൊതുജന വിശ്വാസം കുറയ്ക്കാൻ കാരണമാകും. നിയമം അതിന്റെ വഴിക്ക് നീങ്ങുമ്പോൾ ഈ കേസിന്റെ കണ്ടെത്തലുകൾ ഇന്ത്യൻ മാധ്യമരംഗത്തെ സുതാര്യത ഉറപ്പാക്കുന്നതിനും ഭാവിയിൽ സമാനമായ കൃത്രിമങ്ങൾ തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുമെന്നും വിലയിരുത്തപ്പെടുന്നു.